തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ കോടികളുടെ ആഭരണ കവർച്ച മുൻകൂട്ടി ആസൂത്രണം ചെയ്തെന്ന വിലയിരുത്തലിൽ പോലീസ്. കവർച്ച നടന്ന മാസത്തെ CCTV ദൃശ്യങ്ങൾ ലഭിക്കില്ലെന്ന് സ്ഥിരീകരണമായിട്ടുണ്ട്. റിട്രീവ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നടക്കില്ലെന്ന് ശാസ്ത്രീയമായ മറുപടി ലഭിച്ചു. കവർച്ച നടന്ന മാസം കൊട്ടാരത്തിലെത്തിയ ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബന്ധുക്കളെ വിളിച്ചുവരുത്തി പോലീസ് ചോദ്യം ചെയ്യുകയാണിപ്പോൾ. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, എന്ന് പറഞ്ഞാൽ അവിടെ കൊട്ടാരത്തിനകത്തെ ഒരു മുറിയിൽ വളരെ സേഫ് ലോക്കറിലിരുന്ന വസ്തുക്കളാണ് മോഷണം പോയത്. ആദ്യം കൊട്ടാരത്തിന് പരാതിയില്ലാതെ അന്വേഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ പറ്റത്തില്ല എന്ന് പോലീസ് പറഞ്ഞപ്പോഴാണ് പരാതിയിലേക്ക് കാര്യങ്ങൾ പോയത്. വഴി കൂടെ പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണമുള്ള ഗേറ്റ് തുറന്ന് അകത്ത് കയറി അകത്തിരിക്കുന്ന സ്വർണം, അകത്തിരിക്കുന്ന ഈ പറയുന്ന ഐറ്റങ്ങൾ എടുത്തുകൊണ്ട് പോകൽ ഇമ്പോസിബിൾ ആണ്. അപ്പോൾ എന്താണ് അതിലെ ദുരൂഹത ഇപ്പോഴും ചുരുളഴിയാതെ നിൽക്കുകയാണല്ലേ ഷഫീദ്? കാരണം അക്കാര്യത്തിലൊരു ദുരൂഹതയുണ്ടെന്നുള്ള കാര്യത്തിൽ അപ്പോൾ നിൽക്കുന്നത് ഈ കവടിയാർ കൊട്ടാരത്തിന് തൊട്ട് മുൻപിലാണ്. നമുക്കറിയാം അതൊരു സുരക്ഷാ മേഖല എന്നതിനപ്പുറത്തേക്ക് പുറത്തുനിന്ന് വളരെ വേഗത്തിൽ ആർക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് അല്ല അത്. മാത്രമല്ല ഇതിൽ നഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഈ പവിഴവും സ്വർണവും മുത്തും ഇടകലർന്നിട്ടുള്ള ആഭരണങ്ങളടക്കം ഈ പത്മനാഭസ്വാമിയുടെ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണപ്പതക്കമടക്കമുള്ള കാര്യങ്ങൾ വരുന്ന, അതായത് റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്ന് പറയപ്പെടുന്ന അമൂല്യമായ വസ്തുക്കൾ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് 2 കോടി രൂപയോളം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും ഒക്കെയാണ് നഷ്ടമായത്. ഇക്കാര്യത്തിൽ 2025 നവംബർ മാസത്തിൽ ബാംഗ്ലൂരിലേക്ക് പോകാൻ വേണ്ടി അലമാര തുറന്നു നോക്കിയപ്പോൾ അവിടെ ആഭരണങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കുകയും കൊട്ടാരത്തിനകത്തൊരു എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം 2026 ഇതുമായി ബന്ധപ്പെട്ട പരാതിയായി, ഔദ്യോഗിക പരാതിയായി കേസെടുത്ത് അന്വേഷിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇതിലടക്കമാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ആദ്യം പെരുർക്കട പോലീസ് കേസെടുത്തു. പിന്നാലെ അതുമായി ബന്ധപ്പെട്ട കന്റോൺമെന്റ് SPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു വരികയാണ്. ആ അന്വേഷണത്തിലാണ് ഇതിലൊരു മാസ്റ്റർ പ്ലാനിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് തന്നെ ഉറപ്പിക്കുന്നത്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കവർച്ചയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. മാത്രമല്ല ഇവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ലഭിക്കാനുള്ള ശാസ്ത്രീയ മറുപടി പോലീസിന് ഇപ്പോൾ വാർത്തയുടെ വിവരം ചെറിയ എന്തോ സംഗതി പ്രശ്നം രാവിലെയുണ്ട്. അപ്പോൾ പ്രേക്ഷകർ ക്ഷമിക്കണം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇപ്പോഴും അതിന്റെ വലിയ ദുരൂഹത അങ്ങനെ തുടരുകയാണ്. ഇത് എന്ന് പറഞ്ഞാൽ ആദ്യം ആ കൊട്ടാരം തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് പരാതി കൊടുക്കാൻ താല്പര്യമില്ല, അല്ലാതെ അന്വേഷിച്ച് വരാമെന്ന് പറഞ്ഞു. പോലീസ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ വരുന്നത്. നമുക്ക് അതുവഴി ആ കവടിയാർ കൊട്ടാരത്തിന് മുന്നിൽ കൂടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. വലിയ ഗേറ്റൊക്കെ ഉണ്ട്, ഗേറ്റിന് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വഴി കൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് സെക്യൂരിറ്റിയോട് ഒരു സാധനം എടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അകത്ത് കയറിപ്പോയി അകത്തിരിക്കുന്ന സേഫ് ലോക്കറിൽ സാധനം എടുക്കാൻ പറ്റില്ല ഉറപ്പ്, 100% ഉറപ്പ് അല്ലേ? അല്ല, അത് ഉള്ളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അത് കൃത്യമായ കാര്യങ്ങൾ അറിയുകയൊക്കെ ചെയ്യുന്നവർ തന്നെ ആയിരിക്കണം. അപ്പോൾ അതിനുശേഷം അതിനകത്ത് CCTVകളൊക്കെ ഉണ്ട്. ആ CCTVകൾ ഒന്നാമത് വിഷ്വലുള്ളത് കളഞ്ഞു, റിട്രീവ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് സംതിങ് ഫിഷി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.